ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കാണുന്നത് സോഡ ടോണിൽ എന്ന ആനിമയുടെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ ഇവിടെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് കൂടിയും ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കിറിറ്റോ അവൻ്റെ ബ്ലാക്ക് സോഡ് ഉപയോഗിച്ചുകൊണ്ട് ടെൻഷൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ആ ബോസിനെ അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ ടൈമിന് അവൻ ആ ബോസിനെ അങ്ങ് തീർത്ത് കളയാണ്. സോ അവൻ ആ ബോസിനെ കൊന്നതുകൊണ്ട് തന്നെ അവന് കുറേയധികം സാധനങ്ങൾ കിട്ടുകയാണ്. അതായത് 8120 EXPയും 1000 കോളും അവൻ ലഭിക്കുന്നത്. അങ്ങനെ പിന്നെ കാണുന്നത് കിറിറ്റോ ഒരു കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് റെയറായിട്ടുള്ള ഒരു റാബിറ്റിനെ പിടിക്കാൻ വേണ്ടി, കാരണം അതിന് അത്രക്ക് ടേസ്റ്റാണ്. സോ അവൻ എങ്ങനെയൊക്കെയോ ആ റാബിനെ പിടിച്ച് നേരെ പോകുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. സോ ആ റാബിനെ കണ്ട് അവനൊക്കെ ഷോക്കായിരിക്കുകയാണ്, കാരണം അത്രക്ക് റെയറായിട്ടുള്ള റൈറ്റാണിത്. അതിന് കിറിറ്റോയാണ് നിനക്കിത് കുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? സമയത്ത് അങ്ങോട്ടേക്ക് ആസിന് വരികയാണ്. അങ്ങനെ അവൻ ആസിനെ കണ്ടതും നിനക്ക് ഈ റാബിറ്റിനെ കുക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൾ ഓക്കെ എങ്ങനെയൊക്കെയോ അവൻ അവളെ സമ്മതിപ്പിക്കുകയാണ്. സോ അങ്ങനെ അവളുടെ കൂടെ തന്നെ അവളുടെ ഒരു ബോഡി ഗാർഡുണ്ട്. അതായത് അവൾ വലിയൊരു ഗിൽഡിലെ മെമ്പറാണ്. ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗിൽഡാണത്. സോ അതിൻ്റെ താഴെയായിട്ട് കുറേ അധികം ചെറിയ ചെറിയ ഗിൽഡ്സ് ഉണ്ട്. ഒന്നിലെ ലീഡറാണ് അസുനയും. അങ്ങനെ അവർ നേരെ പോകുന്നത് ആസുനയുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവളുടെ കൂടെ തന്നെ ആ ബോഡി ഗാർഡും എപ്പോഴും പുറകേണ്ട്. സോ അവളെ കണ്ട് കിറിറ്റോന്ന് പേടിക്കുകയാണ്. അങ്ങനെ ആസുന പറയാണ് ഇവൻ എനിക്ക് നല്ല ഓടാറും ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്ന്. ആ സമയത്ത് അവൻ പറയാണ്, അതാ ബോഡി ഗാർഡ് പറയാണ്, അപ്പച്ചിരുന്ന കൂടെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിടുക എന്നുള്ളത്. ആ സമയത്ത് ആസുന ദേഷ്യപ്പെട്ട് കിറിറ്റോയും വലിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നെ കാണുന്നത് ആസുന അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആസുന അവിടെ വന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവൾ ആ റാബിറ്റിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് അതിലോരോ ഇൻഗ്രീഡിയൻസ് പോലത്തെ ഓരോ ഐറ്റംസ് കൊണ്ടുവരികയാണ്. സോ ഈ ഗെയിമിൽ അത് കൂടുതൽ കഷ്ടപ്പെടുന്നു വേണ്ട, ഏകദേശം ഒരു കുക്കിംഗ് ഗെയിമൊക്കെ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അവർക്ക് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ അത് റെഡിയായി ടൈമായപ്പോൾ അവളത് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ അവരത് കൊണ്ടുപോയി കഴിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആസുന കിറിറ്റോ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വഴിയാണ്. അങ്ങനെ അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ആസുന അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പിന്നെ കാണുന്നത് കിറിറ്റോ ആസുനയും വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്തിരിക്കുകയാണ്. ആ സമയത്ത് അവൾ അങ്ങോട്ടേക്ക് ടെലിപ്പോർട്ടായി വരികയാണ്. അവളുടെ പുറത്ത് തന്നെ അവളുടെ ആ ഗാർഡും വരികയാണ്. സോ ആസുനയാണെങ്കിൽ കിറിറ്റോൻ്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. കാരണം ആ ബോഡി ഗാർഡ് അവൾക്കൊരു സ്വൈര്യം തരുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. സോ അവന് വീട്ടിലേക്ക് വരെ വന്ന് അവളെ ശല്യപ്പെടുത്തുകയാണ്. സോ കിറിറ്റോ പറയാണ് ഇനി നീ ഇവളെ കാര്യത്തിൽ ഇടപെടേണ്ടാന്ന്. ആ സമയത്ത് ആ ബോഡി ഗാർഡ് അവനോട് ദേഷ്യപ്പെടുകയാണ്. സോ അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സോ ഫൈറ്റിൽ ജയിക്കുന്ന ആൾക്കാർക്കും ആസിനെ സംരക്ഷിക്കാനുള്ള പവേഴ്സ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ അയാളായിരിക്കും ഇനി ആസിനെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് ആ ഗാർഡ് അവനോട് പറയുകയാണ്. സോ ആ ഗാർഡ് മാച്ച് റിക്വസ്റ്റാണ്. അതുപോലെ കിറിറ്റോ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൗണ്ട് ഡൗൺസ് തുടങ്ങുകയാണ്. അങ്ങനെ കിറിറ്റോ അവൻ്റെ ബ്ലാക്ക് സ്വാഡ് പുറത്തേക്ക് എടുക്കുകയാണ്. അതുപോലെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തതും കിറിറ്റോ നേരെ പോയി അയാളുടെ ആ സ്വാഡ് തന്നെ മുറിച്ച് കളയാണ്. സോ അയാളുടെ സ്വാഡ് തന്നെ പൊട്ടിപ്പോയതുകൊണ്ട് ആളാകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ ഗാർഡാണെങ്കിൽ അവൻ്റെ ഒരു സീക്രട്ട് സോഡ് എടുത്തുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്ത് വന്നതും ആസിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. കാരണം ഇത് ഫൈറ്റിംഗ് റൂളിന് എതിരാണ്. കാരണം ഫൈറ്റിൽ ആ ഗാർഡ് തോറ്റിട്ടും അയാൾ കിറിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വന്നു. സോ അവിടെ വെച്ച് ആ ഗാർഡ് തോറ്റത് അവനെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ടെലിപ്പോർട്ടായി പോകുന്നു. സോ ഇതെല്ലാം കണ്ട് ഒരു ബ്ലാക്ക് വിചിത്രമായ വസ്ത്രമായിട്ട് ഒരാൾ അത് നോക്കി പോകുന്നുണ്ട്. സോ അയാൾ ഒരു വലിയ ഗിൽഡിൻ്റെ മെമ്പറാണ്. പക്ഷേ ആസുനയുടെ ആ ഗിൽഡിന് അത്രയൊന്നും വരത്തില്ല. അങ്ങനെ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്കോട്ടായിട്ട് പിന്നെ കാണുന്നത് മറ്റൊരു ഡെൻജൻ ക്ലിയറാൻ നിൽക്കുന്ന ആസുനയും അതുപോലെ തന്നെ കിറിറ്റോ ആണ്. സോ അവരവിടെ വന്ന് നിൽക്കുന്ന എല്ലാ മിനി ബോസുകളെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. സോ ഇവിടെ ഒരു മെഗാ ബോസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം ഈ മിനി ബോസുകളെല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അങ്ങനെ കിറിറ്റോ അവനെടുത്ത് കിട്ടില്ല മേപ്പൊക്കെ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തിട്ട് ആ മെഗാ ബോസിൻ്റെ റൂമിലേക്ക് എത്തുകയാണ്. സോ ആ ഡോറ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കിറിറ്റോ ആസുനോട് പറയാണ്. അങ്ങനെ ആസുന അവളുടെ ടെലിപ്പോർട്ടിംഗ് മിസ് എടുക്കുകയാണ്. അതുപോലെ തന്നെ കിറിറ്റോയും അടുത്ത് ആ രണ്ട് ഡോറും കൂടിയും അവർ രണ്ടുപേരും കൂടിയും ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരു വലിയ ബോസ് പ്രത്യക്ഷപ്പെടുകയാണ്. സോ ഇത് വളരെ പവർഫുള്ളാണ്. അവർ രണ്ടുപേരും എത്ര ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ബോസ് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പേടിച്ചോടി പോവുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ മെഗാ ബോസിൻ്റെ നിന്ന് രക്ഷപ്പെട്ട അവർ രണ്ടുപേരും ആശ്വാസത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുകയാണ് നമ്മളെങ്ങനെയാണ് അതിനെ തോൽപ്പിക്കുക? സോ ഇവനെ തോൽപ്പിക്കാതെ നമുക്കിനി എങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് ആസിന് കിറിറ്റോട് ചോദിക്കുകയാണ്. ആ സമയത്ത് കിറിറ്റോയാണ് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നെങ്കിൽ. ആ സമയത്ത് അവളുടെ അടുത്തുള്ള ഒരു ബോക്സിൽ നിന്ന് സാധനിച്ചെടുത്തിട്ട് കിറിറ്റോ കൊടുക്കുന്നു. സോ കിറിറ്റോ അത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയാണ് ഞാൻ നിനക്ക് വേണ്ടി കുറേ അധികം കുക്കിംഗ് എസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഒരിക്കലും കിട്ടാത്ത കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സോ അവൾ ആ
എല്ലാ എസൻസും എടുത്ത് അവനെ കാണിച്ചെടുക്കണം. അതായത് കുറേ അധികം റെസിപ്പീസ് അവൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ കണ്ടുപിടിച്ചൊരു എസൻസ് എടുത്തിട്ട് അവനെ ഒഴിച്ചു കൊടുക്കുകയാണ്. സോ അവനതെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, ഇത് നമ്മുടെ റിയൽ വേൾഡിലുള്ള ക്യാപ്സിക്കത്തിന് ടേസ്റ്റ് ആണല്ലോ എന്ന്. സോ ആ സമയത്ത് അവൾ മറ്റൊരു ബോട്ടിലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അധികം കുറച്ചെടുത്ത് കയറ്റൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന കയറിയിട്ട് പറയാണ്, ഇതിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ആണല്ലോ എന്ന്. സോ അവനതൊക്കെ കണ്ട് ഷോക്കായിരിക്കണം. കാരണം ഈ ലോകത്ത് ഒരിക്കലും കിട്ടാത്ത കുറേ അധികം സംഭവങ്ങളാണ് ഇപ്പോൾ ആസിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് പേരാണ്, അതായത് കെവിനും അതുപോലെ ബാക്കിയുള്ളവരും. സോ കിറിറ്റോയെ കണ്ട കെവിന് ആകെ അത്ഭുതപ്പെട്ട് നേരെ വന്ന്, ഹേ കിറിറ്റോ, നീ എന്താണ് ഇവിടെ? അല്ല, ഇതേതാണ് ഈ ക്യൂട്ടുകളെന്ന് കെവിൻ നേരെ വന്ന് കിറിറ്റോയോട് ചോദിക്കുകയാണ്. സോ ബ്ലഡ് ഓത്ത് ടീമിലുള്ള ആസിനെ കണ്ട് അവരെല്ലാവരും, നീ ആ ബ്ലഡ് ഓത്ത് ടീമിലുള്ള ആളെന്ന് ചോദിച്ച് തിരക്കാണ്. ആ സമയത്ത് കിറിറ്റോ അവരെല്ലാം തടഞ്ഞു വെക്കുകയാണ്. സോ ആ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരു ഗിൽഡ് വരാണ്. ഇതൊരു ചെറിയ ഗിൽഡാണെങ്കിലും വളരെ പവർഫുള്ളായിരുന്നു. അങ്ങനെ അതിൻ്റെ ലീഡർ വന്നിട്ട്, നിങ്ങൾ താഴത്തേലും ആ ബോസ് റൂമിലേക്കുള്ള മാപ്പ് ഉണ്ടോയെന്ന്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല എന്നൊക്കെ. എങ്കിൽ പോലും കിറിറ്റോ അവൻ്റെ ആ മാപ്പ് അയാൾക്ക് എടുത്ത് കൊടുക്കുകയാണ്. സോ അവർ നടന്നു പോവാണ്. പക്ഷേ അയാളുടെ ടീമിലുള്ളവരെല്ലാം വളരെ അവശമായി കിടക്കുന്ന കണ്ട് കിറിറ്റോ പറയാണ്, നിങ്ങൾ ഇങ്ങനെയാണോ ആ ബോസിനെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? അവൻ പറഞ്ഞ കേൾക്കാതെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. കിറിറ്റോയും ആസിനെയും അതുപോലെ തന്നെ കെവിൻ്റെ ടീമും തീരുമാനിക്കുകയാണ്. അതായത് അവർക്ക് എല്ലാവർക്കും കൂടി ഇനി ഒരേ ഒരു ടീമായിക്കൊണ്ട് മിനി ബോസുകളെല്ലാം കൊന്ന് ഈ ടെൻഷൻ ക്ലിയർ ചെയ്യാമെന്ന്. അങ്ങനെ അവിടെ നേരെ പോയി ഓരോ മിനി ബോസുകളായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്താണ് അവർ എന്തൊരു ശബ്ദം കേൾക്കുന്നത്. സോ കുറേ പേര് അവിടെ നിന്ന് നിലവിളിക്കുന്നതാണ്. സോ അത് ബോസ് റൂം എന്നാണ് തന്നെ അവരങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. ആ സമയത്ത് കാണുന്നത് ആ മെഗാ ബോസ് ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് കിറിറ്റോ അവരോട് ടെലിപ്പോർട്ടിംഗ് ലിസ്റ്റ് ഉപയോഗിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവർക്കതിന് പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. സോ കിറിറ്റോക്കാണെങ്കിൽ അവൻ്റെ ആ പഴയ ടീം മരണപ്പെട്ട ഓർമ്മ വന്നിട്ട്, കാരണം അവർ മരണപ്പെട്ടത് എൻ്റെ മുമ്പിൽ വെച്ചാണല്ലോ അവരെല്ലാം മരിച്ചതെന്ന് ഓർത്ത് അവന് ഇനി ഇവരെങ്കിലും അവൻ രക്ഷപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് ആ മെഗാ ബോസ് അവരുടെ ക്യാപ്റ്റനെ തന്നെ കൊന്നുകളയുന്നത്. സോ ആ ക്യാപ്റ്റന് മരണപ്പെട്ടുകൊണ്ട് ആകെ അമ്പരന്ന് പോവാണ് കിറിറ്റോയും അതുപോലെ തന്നെ ആസിനെയും. സോ ആ ടീമിലുള്ള മെമ്പേഴ്സിനെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആളവിടെ നിന്ന് മരണപ്പെട്ടു പോവാണ്. അങ്ങനെ ആ മെഗാ ബോസ് ബാക്കിയുള്ളവർ അടിക്കാൻ വന്നതും ആസിനെ അതൊന്ന് തടയാണ്. പക്ഷെ ആ മെഗാ ബോസ് ആസിനെ അടിച്ചിടുകയാണ്. അങ്ങനെ അത് കണ്ട് കിറിറ്റോ നേരെ വന്ന് ആ ബോസിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ കിറിറ്റോ പറയാണ്, നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ബോസിനെ ഒന്ന് മാനേജ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാന്ന്. സോ അവരോട് രണ്ടുപേരോടും ആ ബോസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവന് പറയാണ്. സോ അവനാണെങ്കിൽ അവൻ്റെ പഴയ ആ ടീമിനെ കുറിച്ച് കൊടുത്ത് ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ അവന് പുതിയതായിട്ട് കിട്ടിയൊരു ഡുവാൽ സ്കില്ല് അവന് ആക്സസ് ചെയ്യാണ്. സോ ഇത് സ്പെഷ്യലായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സ്കില്ലാണ്. അങ്ങനെ അവന് സെന്നിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ സോഡും അതുപോലത്തെ ആ ബ്ലാക്ക് സോഡ് ഉപയോഗിച്ച് ആ ബോസിന് കൂടെ നല്ലപോലെ ഫൈറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ അമ്പരന്ന് പോവാണ് ആസിനെയും അതുപോലെ തന്നെ കെവിനും. സോ കിറിറ്റോ അതിൻ്റെ കൂടെ നല്ലപോലെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ലപോലെ അറ്റാക്ക്, അതായത് നല്ലപോലെ ഏൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൻ എങ്ങനെയൊക്കെയോ ആ ബോസിനെ തീർത്തുകയാണ്. അങ്ങനെ അവൻ്റെ അവസാന ഒരൊറ്റ പേഴ്സൻറ്റേജ് HP മാത്രമാണുള്ളത്. അങ്ങനെ അവിടെ വെച്ച് മയങ്ങി വീഴുന്ന അവന് വേറൊരു സ്ഥലത്താണ് എണീക്കുന്നത്. സോ അവൻ്റെ മുമ്പിൽ ആ സോൾജേഴ്സും അതുപോലെ തന്നെ ആസിനെയും അതേപോലെ ബാക്കിയുള്ളവരുണ്ട്. നീ എൻ്റെ അവസാനത്തെ ചൂടിയും കളയുമെന്ന് ചോദിക്കുകയാണ് കിറിറ്റോ. സോ അവൻ ആകെ അവശനായിരിക്കുകയാണ്. സോ ആ സമയത്ത് കെവിൻ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ആ സ്കില്ല് ഉപയോഗിച്ചത്? ഒരു പ്രത്യേകമായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന സ്കില്ലാണല്ലോ അത്, എല്ലാവർക്കൊന്നും ഈ ഡുവാൽ സ്കില്ല് കിട്ടാറില്ല. സോ ചിലർക്കാണെങ്കിൽ ഷീൽഡും അതുപോലെ തന്നെ സോഡായിരിക്കും, ചിലർക്ക് 2 സോഡ്, ചിലർക്ക് 2 ഷീൽഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടാറ്. അതുപോലെ ഈ ലോകത്തുള്ള കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നെ കാണുന്നത് അവൻ്റെ ആ മൊട്ടത്തലയും ഫ്രീഡിൻ്റെ അടുത്തേക്ക് കിറിറ്റോ വന്നിരിക്കുകയാണ്. സോ അവൻ്റെ അടുത്തേക്ക് അതായത് കിറിറ്റോ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ ന്യൂസായിട്ട് വന്നിരിക്കുകയാണ്. സോ അത് കിറിറ്റോണെന്ന് പറഞ്ഞാൽ അവന് അവിടെ കടന്ന് ചിരിക്കുന്നത്. അവൻ അവിടെ നിന്നോട്ടായിട്ട് കാണുന്നത് നൈറ്റ്സ് ഓഫ് ദി ബ്ലഡ് എന്ന ഗിൽഡ്, അതായത് ആസിനോയുടെ സ്ക്വാഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അങ്ങനെ അതിൻ്റെ ആ കമാൻഡർ അവനോട് പറയാണ്, നിനക്ക് ആസിനെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടും എന്നെ തോൽപ്പിച്ച് കാണിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നീ ഈ ഗിൽഡിൽ ചേരണമെന്ന് കിറിറ്റോയോട് പറയാണ്. സോ അതിന് കിറിറ്റോ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.